ഒരു മുഴുനീള കഥാപാത്രം നായകൻ എന്നുള്ള ആ ഒരു എത്രമാത്രം എൻജോയ് ചെയ്തു? ഒരുപാട് എൻജോയ് ചെയ്തു. ഫസ്റ്റ് ടൈം കാണുന്ന തിയേറ്ററിൽ ആ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ കണ്ണു നിറഞ്ഞൊഴുകുമായിരുന്നു. അപ്പോൾ ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് ആ സ്ക്രീനിൽ വരിക എന്നുള്ളത്. അത് ഒരുപാട് സന്തോഷത്തോടെ എൻ്റെ ഫാമിലിയുടെ കൂടെ നിന്ന് തന്നെ കണ്ടു. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, ഒരു മൾട്ടി വിഷയങ്ങൾ കൈകാര്യം ചെയ്ത സിനിമയാണ്. അതെ. അപ്പോൾ അതിനോട് എത്രമാത്രം ഹാപ്പിയാണ്? ഒന്ന് നല്ലൊരു മെസ്സേജ് തരുന്നൊരു സിനിമയാണ് ഈ അഞ്ചാം വേദം എന്ന് പറയുന്നത്. അപ്പോൾ അത് ബാക്കിയുള്ളവർ വന്ന് കണ്ടിട്ട് വേണം അഭിപ്രായം പറയാനായിട്ട്. ഇപ്പം അതിനകത്ത് എല്ലാവരും പുതുമുഖങ്ങളാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ മറ്റ് ആർട്ടിസ്റ്റുകൾക്കും അത് മറ്റ് സിനിമകൾക്കും കൊടുക്കുന്ന അതേ സപ്പോർട്ട് തന്നെ ഈ സിനിമകൾക്കും തരണം എന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നുണ്ട്. നല്ലൊരു മെസ്സേജ് തരുന്നതുകൊണ്ട് നിങ്ങൾ കാണുക. നല്ല പാട്ടുകളുണ്ട് അതിൽ. അപ്പോൾ കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയുക എല്ലാവരും. അതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. താങ്ക്സ്. അടിപൊളി പടം, സൂപ്പർ പടം. ഡയറക്ഷൻ നല്ല ഡയറക്ഷൻ, ലൊക്കേഷൻ അടിപൊളി ലൊക്കേഷൻ. അതിനകത്ത് അഭിനയിച്ചേക്കണവർ എല്ലാവരും ഒന്നും കളഞ്ഞിട്ടില്ല. അവർക്ക് കിട്ടിയേക്കണ പാട്ട് കറക്റ്റായിട്ട് കുറച്ച് മികച്ച് തന്നെ നിൽക്കും. എല്ലാവർക്കും കാണാൻ പറ്റിയ പടമാണ്. സൂപ്പർ പടം. ബെസ്റ്റ് സംഭവം, നല്ല സംഭവം. ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ജനങ്ങൾ അംഗീകരിക്കാത്ത എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്താണ് ഇങ്ങനെ പ്രോത്സാഹനം കൊടുക്കാത്തത്? എല്ലാവരും ഈ പടത്തിന് പ്രോത്സാഹനം കൊടുക്കണം. അത്രയും നല്ലൊരു പടമാണ്. അത്ര എനിക്ക് പറയാനുള്ളത്. വളരെ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ളൊരു പടമായിട്ടാണ് നമുക്ക് തോന്നിയത്. പിന്നെ ഈ സ്ത്രീകളെ അവർ ഭക്ഷണം വിളമ്പാനും അതുപോലെ പ്രസവിക്കാനും മാത്രമല്ല എന്നുള്ളതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു കാലത്തിൻ്റേതായിട്ടുള്ള സ്ത്രീകളിൽ വരുന്ന ഒരു പുരോഗമന ചിന്താഗതിയുടെ ഒരു പടമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ചെന്നിട്ടുണ്ട്. ടി എം മുഖം ഈ ഡയറക്ഷനും അതേപോലെ പ്രൊഡ്യൂസറും ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ്. പടം കണ്ടു കഴിഞ്ഞാൽ എന്ത് തോന്നി? നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. ജനങ്ങൾ സ്വീകരിക്കാൻ തോന്നുന്നുണ്ടോ? സ്വീകരിക്കണം എന്നാണ് ആഗ്രഹം. സ്വീകരിക്കുക എന്നുള്ളത് ജനത്തിൻ്റെ കയ്യിലാണ്. എന്തായാലും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമായിട്ട് എനിക്ക് വളരെ കുറച്ചുള്ളൂ. പക്ഷേ സബ്ജക്റ്റ് നല്ല സബ്ജക്റ്റാണ്. ഒരു വേറിട്ട സബ്ജക്റ്റ്. നമ്മളെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്നും മാറിയിട്ടൊരു വേറിട്ട് നല്ലൊരു സബ്ജക്റ്റാണ്. എല്ലാവരും കാണണം, വിജയിപ്പിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പുരുഷന്മാരെ മൊഴി ചൊല്ലുന്ന നമ്മൾ മുസ്ലിം സമൂഹത്തിൽ പുരുഷന്മാരെ മൊഴി ചൊല്ലുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അസുഖം അത് കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല. അതൊരു ശരിക്കും ഇതിൻ്റെ കണ്ടൻറ്റ് നല്ലൊരു കണ്ടൻറ്റാണ്. നമ്മളിതുവരെ കേട്ടിട്ടില്ലാത്തൊരു കണ്ടൻറ്റാണ്. വളരെ മനോഹരമായി പറഞ്ഞിരിക്കുന്ന സാധനമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യ പടം തിയേറ്ററിൽ വന്നതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. തിയേറ്ററിൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. ഒത്തിരി സന്തോഷം. നല്ലൊരു മെസ്സേജ് തരുന്ന പടമാണ്. ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടിട്ട് തന്നെ അഭിപ്രായം പറയണം. താങ്ക്സ്. പടം കണ്ടായിരുന്നോ? ഓക്കെ, താങ്ക് യു. നമ്മുടെ പടം അഞ്ചാം വേദത്തിന് എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച രീതിയിലാണ് ഇതിന് മേക്ക് ഓവർ ചെയ്തിരിക്കുന്നത്. പടം ഒരു ലാഗില്ല, നല്ലൊരു പടമാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. ഈ പടത്തെ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പോഴൊന്നും പറയാനില്ല. എന്തായാലും ഈ പടം എല്ലാവരും കാണുക. താങ്ക് യു. സൂപ്പർ പടാട്ടോ. ഞാൻ ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറാണ്. അഞ്ചാം വേദം സൂപ്പർ പടമാണ്. എല്ലാവരും കാണണം. തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ശരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് പടമാണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ലൊരു പടം, കാലഘട്ടം അനുസരിച്ചുള്ള പടമാണ്. അഭിപ്രായം തന്നെയാണ് പറയുന്നത്. സോ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. സോ ബേസിക്കലി തിയേറ്ററിൽ ആൾ കയറിയാൽ തന്നെ നിൽക്കത്തുള്ളൂ, ഓടത്തുള്ളൂ. സോ അതുകൊണ്ട് ഒന്ന് എല്ലാവരും കാണുക. എല്ലാവർക്കും ഒരു നല്ലൊരു വാച്ചിങ് എക്സ്പീരിയൻസ് എന്തായാലും കിട്ടും. അതെ. ആയിട്ടുണ്ട്. സൂപ്പർ അഭിനയം. എല്ലാവരും വന്ന് കാണുന്നത്. നല്ലൊരു ഇൻഫർമേഷനും ഉണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കൊറോണ കാലത്തുള്ള ഒരു നമ്മുടെ നാട്ടിൽ നടന്നൊരു മെസ്സേജ് തന്നെയാണിത്. പക്ഷേ ആ സമയത്ത് ഇതേമാതിരി ഒരു ഫിലിം വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴാണ്. പക്ഷേ ജനങ്ങൾക്ക് ഒന്നും കൂടി ഒരു ബോധം വരുത്താണ്. ഇപ്പോഴും കൊറോണകളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ എല്ലാവരും ജാഗ്രതയാകുക. അതിൽ പറയുന്നത് പോലെ തന്നെ ഭയം വേണ്ട, ജാഗ്രത മതി. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മൾ
മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകൾ ഒത്തിരി അവഗണന, അതായത് അവർക്കുള്ള അവകാശങ്ങൾ കൊടുത്തിട്ട് പോലും അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സമൂഹത്തിൽ കഥയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ അതെ, എന്താണെന്ന് വെച്ചാൽ എല്ലാ ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല, പൊതുവേ നമ്മളുടെ ഇന്ത്യയിൽ തന്നെ സ്ത്രീകൾ എപ്പോഴും 2ാം സ്ഥാനത്താണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സത്യമാണ്. അവർ മുന്നോട്ട് വരട്ടെ. കാരണം ഈ സിനിമയാണെങ്കിൽ ഒരു സ്ത്രീ ഓറിയൻറ്റഡ് സിനിമയാണ്. അപ്പോൾ എല്ലാവരും വന്ന് കാണുക. കാരണം ഒരു എന്താ പറയുക, ഒരു ത്രില്ലർ സിനിമയും കൂടിയാണ്. ഒരു ചെറിയ ഒരു കുറ്റാന്വേഷണ ഒരു മൂവിയായിട്ടും വരുന്നുണ്ട്. അതെ, അതെ 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 രണ്ടും കൂടി എങ്ങനെയാണ് ഹാപ്പിയാണോ? അതെ, കാരണം ഇത് വിലയിരുത്തേണ്ട പ്രേക്ഷകരില്ലേ, പ്രേക്ഷകർ കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ വിലയിരുത്തട്ടെ. താങ്കൾക്ക് ഞാൻ 100% കോൺഫിഡൻ്റ് ആണ്. കാരണം ഒരു ചെറിയ മൂവിയാണിത്, എനിക്കും അറിയാം. പക്ഷേ എല്ലാവരും വന്ന് കാണുക. കാരണം ഇതിൽ അഭിനയിച്ചേക്കുന്ന ആളുകളെല്ലാം പുതുമുഖങ്ങളാണ്. അപ്പോൾ പുതിയ ആളുകൾ മലയാള സിനിമയിലേക്ക് വരേണ്ട ആവശ്യമാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാ ക്രൂ മെമ്പേഴ്സ് ആണെങ്കിലും പുതിയ ആളുകളാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഓക്കെ. കേരളത്തിലെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് കൂടുതലാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. ടെററിസ്റ്റ് ആക്ടിവിറ്റി ഉണ്ടെന്നുള്ള സത്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് നമ്മുടെ സിനിമയിൽ കൂടി അത് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.